നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ വശങ്ങളാണ്. എങ്ങനെയാണ് ആ ഒരു ഓയിലുള്ള വെള്ളം ഇവിടെ എത്തിപ്പെട്ട് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യുന്ന രീതിയിലേക്ക്, ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് എങ്ങനെ മാറ്റപ്പെടുന്നു എന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാനാണ് സുബീഷിനെ നമ്മൾ ഇപ്പം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സുബീഷ് ഭായി, നമ്മൾ ഇപ്പം വന്ന് നിൽക്കുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫുഡ് വേസ്റ്റിൻ്റെ ടാങ്കിൻ്റെ മുന്നിലാണ് അല്ലേ? ഇവിടെ നിന്നാണ് നമ്മൾ ഈ ടാങ്കിൽ നിന്നാണ് നമ്മളിത് മാലിന്യം മാറ്റിയിട്ട് ഇത് ഉപയോഗയോഗ്യമായിട്ട് വെള്ളമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതല്ലേ നമ്മൾ പറയുന്നത്. അപ്പം ഇത് തുറന്ന് കാണുമ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് അല്ലേ? ഏകദേശം ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു ടാങ്കിൻ്റെ അവസ്ഥ. മുഴുവൻ ഫുഡ് വേസ്റ്റിനുണ്ട്, അതുപോലെ തന്നെ എണ്ണ എന്ന് വേണ്ട നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുന്ന അതേ സെയിം പ്രോസസ്സ് തന്നെയാണ് പാറ്റ എന്ന് വേണ്ട എല്ലാ മാലിന്യങ്ങളും ഇവിടെ വന്ന് അടിഞ്ഞു കൂടുന്നുണ്ട്. ഈ ഒരു ഇതാണ് ഇവിടുന്ന് പ്രോസസ്സ് ചെയ്ത് വെള്ളം ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കുന്ന ഇതിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഓയിൽ ട്രാപ്പ് എന്ന സംവിധാനമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഏതൊരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെയും ഏറ്റവും വലിയ ചലഞ്ചാണ് ഓയിൽ. അതെ. അപ്പോൾ ഓയിൽ വെള്ളത്തിൽ പൊങ്ങി വയ്ക്കും എന്നുള്ള ആ ഒരു അടിസ്ഥാന തത്വം വെച്ചുള്ള ഒരു ഓയിൽ ട്രാപ്പാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്ന് എല്ലാ ഓയിൽ അടക്കം, ഇപ്പം ഇവിടെ ഒരു വലിയ കല്യാണ മണ്ഡപമാണ് കൊല്ലം ടൗൺ ഹാളിന്റെ, ഇതിൽ നിന്ന് വരുന്ന ഫുഡ് വേസ്റ്റ് അത് കഴുകുന്നത് എല്ലാം ഇതിനകത്ത് വരികയാണ്. അവിടെ ഒരു ബേസിക് ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ഇനി ഈ ഓയിൽ ട്രാപ്പ് കടന്ന് ഇപ്പുറത്ത് ഒരു ഫസ്റ്റ് വേറൊരു ടാങ്ക് ഉണ്ട്, കളക്ഷൻ ടാങ്ക്. ഇതൊരു 5000 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഇതാണല്ലേ? അപ്പൊ ഇതിലും ഇതേപോലെ ഒരു സംവിധാനം ഉണ്ട്. വെള്ളം ഇതിന്റെ അടിയിൽ നിന്ന് ഓവർഫ്ലോ വന്ന് അടുത്ത ടാങ്കിലേക്ക് പോകുന്നു. ഇതും 5000 ലിറ്റർ ആണ്. അപ്പൊ നമുക്കിവിടെ 14000 ലിറ്ററിന്റെ കളക്ഷൻ കപ്പാസിറ്റി ഇവിടെ ഉണ്ട്. ഇവിടെ ഒറ്റ അടിക്ക് 14 ലിറ്റർ വന്നാലും നമുക്കിവിടെ മാനേജ് ചെയ്യാം. അതിനുള്ള കപ്പാസിറ്റി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരു 400 ലിറ്റർ 300 ലിറ്ററോളം ഉണ്ട്. മൊത്തത്തിൽ 10300 ലിറ്റർ നമ്മൾ കപ്പാസിറ്റി ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ മോട്ടറിന്റെ ഉപയോഗം എന്താ ശരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മൾ പീരിയോഡിക്കലി വെള്ളം വന്ന് ഇതിൽ ഒരു നിശ്ചിത അളവ് നിറയുമ്പോൾ അതിനകത്തൊരു ഫ്ലോട്ട് വാൽവ് ഉണ്ട്. ആ വാൽവ് എൻ്റെ സെൻസ് ഓൺ ആകുമ്പോൾ ഈ മോട്ടർ, ഇതൊരു സ്ലറി മോട്ടറാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇതിനെ സക്ക് ചെയ്ത് ഈ സെക്ഷൻ എടുത്ത് നേരെ നമ്മൾ പ്ലാന്റിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്കറിയാം ഇവിടെ ഒരു പ്ലാന്റ് വെക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് നേരെ ഇതിനെ മെയിൻ പ്ലാന്റിലോട്ട് ഇവിടെ നിന്ന് 60 മീറ്റർ ഉണ്ട് അങ്ങോട്ട് നമ്മൾ ഈ ഒരു പൈപ്പിൽ കൂടെ അവിടെ കൊണ്ടുപോകും. അപ്പോൾ ഇത് സ്ലറി പമ്പായതുകൊണ്ട് ഏത് രീതിയിലുള്ള വേസ്റ്റിനെ അത് വലിച്ച് എടുക്കാനുള്ള കപ്പാസിറ്റി. ഇതാണ് ഈ മോട്ടറിന്റെ സംവിധാനം. ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഓട്ടോമാറ്റിക്കലി അത് അടിയുമ്പോൾ തന്നെ ഇത് നമ്മൾ വർക്ക് ചെയ്തോളും. ഇതിനകത്ത് ഒരു മാനുവൽ ഇന്ററാക്ഷൻ. ഇതാണ് ഈ നമ്മുടെ പ്ലാന്റിന്റെ ഉൾവശം. അപ്പോൾ അവിടെ നിന്ന് ഓയിലും ട്രാപ്പ് മാറിയ ശേഷം വെള്ളം ആദ്യം ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന ആദ്യം വെള്ളം വരുന്ന ഈ ടാങ്കിലോട്ടാണ്. ഈ ടാങ്കിലാണ് മലിനജലം ആദ്യം ഇവിടെ വരും. ഇത് വന്നതിന് ശേഷം ഈ വരുന്ന സമയം ഈ പൈപ്പിൽ തന്നെ നമ്മളുടെ ഫ്ലക്യുലേഷൻ ആൻഡ് ഉള്ള ഒരു ഏജന്റ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യും. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ഇത് ഇങ്ങനെയുള്ള കെമിക്കൽ അല്ല, ഓർഗാനിക് സൊല്യൂഷൻ. ഇത് ഓർഗാനിക് സൊല്യൂഷൻ ആണ്. ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നീം, തുളസി, സോപ്പ്, ഇത്രയുള്ളതിന്റെ എക്സ്ട്രാക്ട് വെച്ചിട്ടുള്ള ഒരു കോംബോ ആണ്. ഓർഗാനിക് ആണ്. ഇത് 6 ppm 6 പാർട്ടിക്കിൾ പെർ മില്യൺ എന്ന യൂണിറ്റിൽ ഇതിലോട്ട് ഇഞ്ചെക്ട് ചെയ്യും. ഇത് ഇതിൽ സ്റ്റോർ ചെയ്ത് ഈ ലെവൽ വരെ എത്തിയതിനു ശേഷം 1.5 മണിക്കൂർ ഇതിനകത്ത് ഹോൾഡ് ചെയ്യും. ഈ 1.5 മണിക്കൂർ ഹോൾഡ് ചെയ്യുമ്പം ഇതെന്താ സംഭവിക്കുന്നത്, നമ്മൾ അഴുക്ക് ഇങ്ങനെ ബോണ്ടിങ്ങിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ബോണ്ടിങ് ബ്രേക്ക് ചെയ്യും. ഇതിങ്ങനെ നിന്ന് താഴോട്ട് ഡെൻസിറ്റി ഗ്രാവിറ്റിയിൽ ഈ അഴുക്കെല്ലാം അടിഞ്ഞ് താഴെ വരും. ഇത് വന്ന് ഈ കോണിക്കൽ ഷേപ്പിൽ വന്ന് അവിടെ ഇങ്ങോട്ട് സെഡിമെന്റ് ചെയ്യും. അപ്പോൾ ഇതോടുകൂടി 1.5 മണിക്കൂർ കൊണ്ട് ആദ്യത്തെ പ്രോസസ്സ് കഴിയും. അതിനുശേഷം എന്താണ് അടുത്ത പ്രോസസ്സ് നമ്മുടെ? പിന്നെ അപ്പോൾ ഇതിൽ നമ്മളെ സസ്പെൻഡഡ് പാർട്ടികളെല്ലാം താഴെ. ഇനി ഇതിനകത്ത് ബാക്ടീരിയ അതൊക്കെ മൈക്രോ ഓർഗൻസ് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ നിന്ന് നേരെ ഈ പമ്പ് വഴി, ഇത് സ്ലറി പമ്പാണ്, എടുത്ത് അടുത്ത ടാങ്കിലേക്ക് നമ്മൾ രണ്ടാമത്തെ ടാങ്കിലോട്ട് മാറ്റുകയാണ്. ആ സമയത്ത് ഇവിടെ നീം ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ ഇഞ്ചെക്ട് ചെയ്യും. വേറെ സൊല്യൂഷൻ, അടുത്ത സൊല്യൂഷൻ. ഇതും 6 ppm എടുത്ത് അവിടെ പിന്നെ 1.5 മണിക്കൂർ ഹോൾഡ് ചെയ്യും. ഇവിടെ 1.5 3 മണിക്കൂർ. അപ്പൊ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആദ്യം ഈ ബാക്ടീരിയ എല്ലാം ഈ അഴുക്കിന്റെ ഇടയിൽ ഇങ്ങനെ ബോണ്ടിന്റെ ഇടയിലായിരുന്നു ഇവർ ഒളിച്ചിരുന്നത്. ഇത് അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇത് എക്സ്പോസ്ഡ് ആയി, ഇതെല്ലാം പോയി. അപ്പോൾ ഈ നീം 1.5 മണിക്കൂർ എക്സ്പോസ് ചെയ്യുമ്പോൾ ഇത് നീം ഒരു 1 തരം ആൻറ്റിബയോട്ടിക്. അപ്പോൾ ആ ബാക്ടീരിയ എല്ലാം 1.5 മണിക്കൂർ കൊണ്ട് ഇത് ചാവുകയും എൻഡ് ഓഫ് ലൈഫ് ആയതിനു ശേഷം നമ്മൾ അടുത്ത മോട്ടർ ഓട്ടോമാറ്റിക്കലി, ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൽ വന്ന് ഇതൊരു കാർബൺ ഫിൽറ്ററാണ്. ഇത് കഴിഞ്ഞൊരു സാൻഡ് ഫിൽറ്റർ ഉണ്ട്. ഇതും കഴിഞ്ഞ് നേരെ നമ്മുടെ 2 രീതി ഫിൽറ്റർ ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വെളിയിൽ പോകുന്നത്. അപ്പോൾ അതോടുകൂടി ഇതിൻ്റെ കംപ്ലീറ്റ് സിസ്റ്റവും ഏറ്റവും പ്യൂറസ്റ്റ് ഉള്ള വാട്ടർ അവിടെ കിട്ടുകയും സ്ലഡ്ജ് എല്ലാം ഇവിടെ അടിയും.
ഇത് നമ്മൾ പീരിയോഡിക്കലി ഇതിനെ തുറന്ന് നമ്മൾ വെളിയിലെടുത്ത്, ഈ സ്ലഡ്ജിന്റെ ഏറ്റവും വലിയ ഗുണം ബാക്ടീരിയ ഇല്ല, സീറോ ബാക്ടീരിയ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും യൂസ് ചെയ്യാം, വളമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇതെല്ലാം നടക്കുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിലാണ്. ഇതിനകത്ത് മാനുവൽ ആരും വേണ്ട. വെള്ളം അവിടെ നിറയുന്നു, ഓട്ടോമാറ്റിക് അവിടെ വെള്ളം നിറഞ്ഞാൽ ഈ പ്രോസസ് ഓട്ടോമാറ്റിക്കലി നടന്നോളും. അതായത് ഈ ടാങ്കിലും വന്ന് രണ്ട് രീതിയിലുള്ള ഇത് ഇഞ്ചക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വാട്ടർ വേറെയും വേസ്റ്റ് വേറെ ആയിട്ട് നമുക്ക് കിട്ടുന്നു. അത് രണ്ട് റീയൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് 3 മണിക്കൂർ കൊണ്ട് 2000 ലിറ്റർ നമുക്ക് നീങ്ങിപ്പോവും. അപ്പൊ 8 ബാച്ച് ഒരു ദിവസം നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. 16,000 ലിറ്റർ 16 KLD വാട്ടർ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ സാങ്കേതിക വശം. ഇപ്പൊ നമ്മൾ ഇതിപ്പോ ചെയ്തേക്കുന്ന ഒരു വലിയ പ്രോജക്റ്റ് അല്ലേ, ശരിക്കും വലിയൊരു ടൗൺ ഹാൾ എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന വലിയൊരു ബിൽഡിങ്ങിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്നത്. നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ച് എല്ലാവരുടെയും വീടുകളിൽ ഇതേ സെയിം പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. ഈ വേസ്റ്റിൻ്റെ, അതായത് കിച്ചൺ വേസ്റ്റും ഉണ്ട്, അതുപോലെ സെപ്റ്റിക് ടാങ്കിൻ്റെ വേസ്റ്റുകൾ, ഇതിൻ്റെ വാട്ടർ നിറയുക, വെള്ളം പൊങ്ങുമ്പോൾ ഇതെല്ലാം അയൽവക്കക്കാരെല്ലാം ബാധിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഇത് നമുക്ക് സാധാരണക്കാരനും അപ്ലൈ ചെയ്യാൻ ഒക്കുന്ന ഒരു മെത്തേഡാണോ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത്. തീർച്ചയായിട്ടും 100% ഇത് വീടുകളിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റുകളിൽ, അപ്പാർട്ട്മെന്റുകളിൽ, ഹോട്ടൽസിനാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത്. കാരണം ഇപ്പോൾ അവർ പലപ്പോഴും അവർക്ക് സ്പേസിൻ്റെ കൺസ്ട്രെയിൻ ഉണ്ടായിരിക്കും. പക്ഷേ അത്തരം സന്ദർഭത്തിൽ പോലും അവർക്ക് ചെറിയ യൂണിറ്റുകൾ വെച്ചിട്ട് തന്നെ വെള്ളം അവർക്ക് ഇപ്പോൾ ഓടയിലേക്കോ ഒക്കെ വിടണമെങ്കിൽ അത് ഗവൺമെൻറ് സ്റ്റാൻഡേർഡിലുള്ള ലെവലിലേക്ക് അവർക്ക് ആ വെള്ളം പുറത്തേക്ക് വിടാനും, അതല്ലെങ്കിൽ അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ ചെടി നനയ്ക്കുന്നതിനോ മറ്റ് പർപ്പസിനോ അവർക്ക് യൂസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. വീടുകളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ, മീൻസ് നമുക്കൊരു 2 ലക്ഷം രൂപ മുതൽ അതിന് മുകളിലോട്ട് അവരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാൻ നോക്കുന്നുണ്ട് അല്ലേ. ഇപ്പൊ സാധാരണക്കാരന് കിച്ചൺ വേസ്റ്റ്